ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഇന്ന് ഞങ്ങൾ മാമലക്കണ്ടം എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ലിറ്റിൽ ഗ്ലിംസസ് ഓഫ് യെസ്റ്റർഡേ. അപ്പോൾ ആസ് യു നോ നമുക്ക് ഡോഗ്സ് ഉണ്ട് ആൻഡ് വീവ് ഗോട്ട് 3 dogs. അപ്പം 3 പേരെയും നമ്മൾ ബോർഡിങ്ങിൽ തലേ ദിവസം ഈവനിങ് കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു ഗംഭീര മഴയായിരുന്നു. പിന്നെ അന്ന് ഒരു 12:30-1 മണി വരെ മഴ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ നാളെ ഏർലി മോർണിംഗ് പോവാം എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാക്ക് ചെയ്തെടുക്കുക. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പാക്ക് ചെയ്താണ് പോകുന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ബ്രെഡ്, ജാം ആൻഡ് ഓംലെറ്റ്. ആൻഡ് ലഞ്ചിന് നമ്മൾ ഇന്നലെ തന്നെ ചപ്പാത്തിയും ചിക്കനും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം 6 o'clock ആയി. സോ നമ്മൾ ഉച്ചയ്ക്ക് ഉള്ള ഫുഡൊക്കെ സെറ്റാക്കി ആൻഡ് ഞങ്ങൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ഹോൾ ഫാമിലിയുടെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് കോതമംഗലമൊക്കെ പാസ് ചെയ്തു. ഇപ്പോൾ തട്ടിക്കാട്, ഭൂതത്താങ്കിട്ട് ആ ഒരു റൂട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി നല്ല സീനിക് റൂട്ടായിരുന്നു. ആൻഡ് ഇങ്ങനൊരു ബ്രിഡ്ജ് വന്നു. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ആ ഗോൾഡൻ ആറിലാണ്. സോ ഞങ്ങളിവിടെ ഇറങ്ങി എല്ലാവരും ഒന്ന് റിലാക്സൊക്കെ ചെയ്തു. കുറച്ച് പിക്ചേഴ്സും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ഇവിടെ നിന്നുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നല്ല അടിപൊളി സീനറിയൊക്കെ കണ്ട് കുറച്ച് ലൊക്കേഷൻസ് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിതേ ഇപ്പോൾ മാമലക്കണ്ടത്തേക്ക് കുട്ടമ്പുഴ റൂട്ട് കയറി. 2 വഴിയുണ്ട് മാമലക്കണ്ടം പോകാനായിട്ട്. ഒന്ന് നേര്യമംഗലം വഴിയും ഒന്ന് കുട്ടമ്പുഴ വഴിയും. സോ എനിക്ക് ഈ ഒരു 2 റൂട്ടിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്തപ്പോൾ നേരെ കാണിച്ചത് കുട്ടമ്പുഴ റൂട്ട് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ റൂട്ടാണ് ഇപ്പം ചൂസ് ചെയ്ത് പോകുന്നത്. ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വഴി ശരിക്കും ഒരു ഫോറസ്റ്റ് ഫീലാണ്, ശരിക്കും ഫോറസ്റ്റ് റൂട്ടുമാണ്. പിന്നെ ഇവിടെ ആകെ ഞങ്ങൾ പോയപ്പോൾ കണ്ടത് 4 വണ്ടിയാണ്, 4 2 വീലേഴ്സ് കണ്ടു. അല്ലാണ്ട് ഞങ്ങൾ വേറെ ഒരു വണ്ടിയും കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു ഫോറസ്റ്റ് ഫീലായി. പിന്നെ ഈ വഴി അത്രയും നല്ല വഴിയല്ല കേട്ടോ, ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉള്ള വഴിയാണ്. ചില പാച്ചസിൽ ഓഫ് റോഡും പോലെയാണ്. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജ് അണ്ടർ കൺസ്ട്രക്ഷനുമാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ പ്ലീസ് ഡു ഓപ്റ്റ് ദി അതർ വേ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ 4x4 അല്ലെങ്കിൽ ജീപ്പിനാണ് വരുന്നത്, 2 വീലറിനാണെങ്കിൽ ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷേ നമ്മുടെ സാധാരണ കാറ് വെച്ച് ഈ വഴി ഇത്തിരി പാടായിരിക്കും പോകാനായിട്ട്. പക്ഷേ ഈ വഴിയുടെ ഫീൽ ഇതിനേ ഉള്ളൂ. So we found the spot
ദിസ് ഈസ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ. ഇതിന് എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും അറിയില്ല. ദിസ് ഈസ് ലൈക്ക് എന്താ മാമലക്കണ്ടം പോണ വഴി തന്നെ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പോട്ട് നന്നായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കുറച്ച് നടന്നു നോക്കുക. അവിടെ വഴിയിൽ ഫുൾ ആനപ്പിണ്ടായിരുന്നു. ബട്ട് ആ ഒരു സ്പോട്ടിലേക്ക് പോകാണ്ടിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി നടക്കുകയാണ്. നല്ല സ്ഥലം. അങ്ങനെ ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വഴിയിലൊക്കെ അങ്ങനെ ആനപ്പിണ്ടം കാണാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എവിടെ അങ്ങനെ ഇറങ്ങിയില്ല, നിർത്തുകയൊന്നും ചെയ്തില്ല, നേരെ അങ്ങ് പോവുക ചെയ്തത്. പിന്നെയും ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഉണ്ട് ഇവിടെ, ഇടയിലൊക്കെ നല്ല വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെവിടെയും അങ്ങനെ നിർത്തിയില്ല. ഒരു ട്രീ ഹൗസും ഉണ്ട് കേട്ടോ. ഈ ഒരു സ്പോട്ട് എത്തുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ട്രീ ഹൗസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങി നോക്കാൻ വേണമെങ്കിൽ, പക്ഷെ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളങ്ങ് നേരെ മുമ്പോട്ട് പോകുന്ന വഴി ആക്ച്വലി നമ്മളൊരു ഹില്ല് കയറുമായിരുന്നു. അപ്പോൾ ആ ഹില്ലിൻ്റെ ടോപ്പൊക്കെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മിസ്റ്റി ആയിരുന്നു. ഒന്നാമത് സൺറൈസ് അകത്തേക്ക് വീഴണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ലൈക്ക് ഹെവൻ ആ വഴിയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പ്ലേസ് എത്തിയപ്പോൾ നമ്മുടെ വണ്ടി ചെറുതായിട്ട് കയറുന്നുണ്ടായിരുന്നില്ല. ബട്ട് താങ്ക്ഫുള്ളി ഒരു ബൈക്കിൽ 2 ചേട്ടന്മാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു, പുഷ് ചെയ്ത് വണ്ടി എങ്ങനെയോ കയറി പോന്നു. ആ ഒരു പാച്ച് മാത്രം ഞങ്ങൾക്കൊരു ഇത്തിരി ഡിഫിക്കൾട്ടായിരുന്നു. ബാക്കി ജേർണി വാസ് ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ മാമലക്കണ്ടം എത്തി. ആൻഡ് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ലൊക്കേഷനായിട്ടുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടേക്കാണ്. ദ സ്കൂൾ വിത്ത് ദ വാട്ടർഫോൾ. അന്ന് വർക്കിംഗ് ഡേ ഉണ്ടെന്ന ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറയാണ്ട് വയ്യ, ഇത് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ഭംഗി മനസ്സിലാവുക. ഫോട്ടോയിലും വീഡിയോയിലും കാണുന്നേക്കാളൊക്കെ ഒരുപാട് ഭംഗിയാണിത് ശരിക്കും നേരിട്ട് കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. ആൻഡ് ഞങ്ങൾ ഇനിയിപ്പോൾ ചായ കുടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആ ചേട്ടൻ നമ്മളെ കാണിച്ചു തരുന്നത് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ താഴെ തന്നെ ഒരു സ്മോൾ വാട്ടർഫോൾ, ഒരു സ്ട്രീമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം വാട്ടർഫോളിൽ കളിച്ചിട്ട് പിന്നെ കാണാം. അപ്പോൾ ദിസ് ഈസ് ഉരുളിക്കുഴി വാട്ടർഫോൾസ്. മാമലക്കണ്ടത്ത് നിന്ന് വളരെ അടുത്താണ്, വാക്കബിൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടി ആക്ച്വലി ഈ ഒരു സ്ട്രീം ക്രോസ് ചെയ്ത് ഒരു പാറയുടെ മുകളിലുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര സേഫായിട്ടുള്ളൊരു വാട്ടർഫോളാണ്. എല്ലാവർക്കും വന്ന് ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടും. അപ്പം ഞങ്ങൾ എടുത്തേക്കുന്ന സ്റ്റേ ഞാൻ പറഞ്ഞ പോലെ ഒരു മലയുടെ മുകളിലാണ്. അപ്പം അതിലേക്കുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോവാം, അല്ലെങ്കിൽ ജീപ്പുണ്ട്. അപ്പോൾ ജീപ്പിൻ്റെ ഓഫ് റോഡ് ഞാൻ കാണിച്ചു തരാം നമ്മളെങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതെന്ന്.
അങ്ങനെ ചെറിയൊരു അഡ്വെഞ്ചറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ നമ്മുടെ സ്റ്റേയിലേക്ക് എത്തി. ഈ പ്രോപ്പർട്ടിയുടെ പേര് മൺകുടിൽ എന്നാണ്, മാമലക്കണ്ടത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്റ്റും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇവിടെ സ്റ്റേ വരുന്നത് 2 കോട്ടേജസ് ആയിട്ടാണ്. ഒരെണ്ണം ഒരു ഡോം സ്റ്റേ ആണ്, ഒരെണ്ണം ഒരു കോട്ടേജ് പോലെ. അപ്പോൾ ഈ ഡോം സ്റ്റേയിൽ ഒരു ഡബിൾ ബെഡും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടും, രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ ഒരു ബാത്റൂം, ബെഡ്റൂം വിത്ത് 2 ഡബിൾ ബെഡ്സ് ആൻഡ് എ കിച്ചൺ. ഈ പ്രോപ്പർട്ടിക്ക് മൺകുടിൽ എന്നുള്ള പേര് വരാൻ കാരണം ഈ കാണുന്ന ഒരു കോട്ടേജ് മണ്ണ് വെച്ചുണ്ടാക്കിയേക്കുന്നതാണ്. ഇവിടെ ഭയങ്കര തണുപ്പുമാണ് അതുകൊണ്ട് തന്നെ. ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ഈ വ്യൂ തന്നെയാണ്. ഒന്നാമത്തേത് ഒരു മലയുടെ മുകളിലാണ് ആൻഡ് ഈ വ്യൂവും. അപ്പോൾ ഇവിടെ നിന്ന് മുമ്പിലേക്ക് നടന്നാൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുകയും ചെയ്യാം. പക്ഷേ ഇത്തിരി സ്റ്റീപ്പാണ്, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചിറങ്ങി, ബട്ട് ഒരുപാട് ഇറങ്ങാൻ നമുക്ക് പറ്റില്ല. ഈ ഒരു പ്രോപ്പർട്ടിയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, മാമലക്കണ്ടത്തിൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായ മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കുറേ കൂടെ മുകളിലേക്ക് പോയാൽ ഒരു പാറ എത്തും, അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മുനിപ്പാറ എത്തും. ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒട്ടും ആൾക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പീസ്ഫുൾ വൈബാണ്. ആൻഡ് ഓൾസോ ഇത്രയും അടുത്ത് വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ സൗണ്ട് കേൾക്കാം. അതുപോലെ ചീവീടും നേച്ചർ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ അവിടെ ഇരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രാവിലെ. ഞങ്ങൾ നല്ല വിശന്നാണ് വന്ന് കയറിയപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചപ്പാത്തിയും ചിക്കനൊക്കെ പാക്ക് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പുറത്തെ ടേബിളൊക്കെ ഇട്ട് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ ഞങ്ങൾക്കൊരു പട്ടിക്കുട്ടനെ കൂട്ടായിട്ട് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ കൂടെ അവനും നമ്മൾ ചിക്കനൊക്കെ കഴുകി കൊടുത്തു. അവനും സന്തോഷമായിട്ട് ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈവനിങ് ആയി. അപ്പോൾ ഇനിയാണ് നമ്മുടെ അഡ്വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനി ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് പോവാണ്. ആൻഡ് എവിടേക്കാണെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.